രജീഷ്, ഞാൻ അനുഭവം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പറയാം രജീഷ്, ഇനി ഒരാളും കൂടിയുണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് അനുഭവത്തിലേക്ക് വരാം. സരികയുണ്ട് നമുക്കൊപ്പം അവിടെ ക്ഷേത്ര മൈതാനത്തിൽ നിന്ന്. സരിക, ക്ഷേത്ര മൈതാനം ഇപ്പോൾ ഭക്തി നിർഭരമായിരിക്കും. ഇപ്പോൾ ദേവീ സ്തുതികളുമായി എല്ലാവരും ഇനി ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. അവസാനവട്ട ഒരുക്കമാണ്, അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം പിന്നീട് ക്ഷേത്രാങ്കണം, ക്ഷേത്ര മൈതാനം, തിരുവനന്തപുരം നഗരം യാഗശാലയായി മാറുന്ന സമയമാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഏറ്റവും ഒടുവിലെ കാഴ്ചകൾ സരിക? സേതു, ഇവിടുത്തെ ഒടുവിലെ കാഴ്ചകളെന്ന് പറയുന്നത് എല്ലാവരും പൊങ്കാല ഇടാൻ റെഡി ആയിട്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. പിന്നെ ഒരു പ്രധാന കാരണം, നമുക്ക് പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തൂടെ ഒന്നും നടക്കാൻ പോസിബിൾ അല്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ അതുവഴി ഒന്ന് പോയപ്പോഴത്തേനും ഒരു അമ്മൂമ്മ നല്ല മലയാളത്തിൽ ഇതിനൊരു ആട്ടാട്ടി. അതുകൊണ്ട് നമുക്ക് ഈ പൊങ്കാല കലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്നും നമുക്ക് അങ്ങനെ നടക്കാൻ പോസിബിൾ അല്ലോ. പിന്നെ ഷൂവോ ചെരുപ്പോ അങ്ങനെ ഇട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ കലത്തിലൊക്കെ പൂവൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് ആകെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണം അടിപൊളിയായിട്ട്. പിന്നെ നമ്മുടെ ഇലയിൽ ഇതിനെ നമ്മൾ ഗണപതിക്ക് വെക്കുക എന്ന് പറയും. ഗണപതിക്ക് പടുക്ക വെക്കുന്നതാണ്. തൂഷനിലയിൽ അവില്, മലര്, പഴം, വെറ്റില, പാക്ക്, ചന്ദനത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഗണപതിക്കൊക്കെ പടുക്കയൊക്കെ വെച്ച് അരിയൊക്കെ കഴുകി ഇത് റെഡിയാക്കി എല്ലാവരും പൊങ്കാല ഇടാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. പിന്നെ ഇത് ക്ഷേത്ര മൈതാനം ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശമൊക്കെയാണ് പൊങ്കാലയെങ്കിൽ നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ നടക്കാൻ സാധിക്കും, ആൾക്കാരോട് സംസാരിക്കാനൊക്കെ. പക്ഷേ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒട്ടും ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് പാക്ഡ് ആണ്. നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു ലൈവ് കൊടുത്തപ്പോൾ ഇത്രയ്ക്ക് ആളോ ഇത്രയ്ക്ക് ഒരു തിരക്കോ ഇല്ലായിരുന്നു. പക്ഷേ ഇത് സെയിം സ്ഥലത്ത് ഇപ്പോഴത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറകിലോട്ട് നമുക്ക് വെയിൽ, ഇവിടെ നമുക്ക് പന്തലുള്ളത് കൊണ്ട് തന്നെ വെയിലിൻ്റെ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. നമ്മൾ രാവിലെ നമ്മൾ കണ്ട അമ്മ റെഡി ആയിട്ടിരിക്കുകയാണോ? റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. പിന്നെ കുടമൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. നാണക്കരികളാന്ന് തോന്നുന്നു അവരൊന്ന് സംസാരിക്കുന്നവരോട്. ചേച്ചിയുണ്ട്. ചേച്ചി നല്ല പൂവൊക്കെ വെച്ച് കലമൊക്കെ അലങ്കരിച്ച് വെച്ചേക്കണം. ആരാണ് ചേച്ചി? ആണോ? അതെ ഞങ്ങൾ എന്താണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന പിന്നിലൊരു മോട്ടിവേഷൻ? അതൊരു ഭക്തിയുടെ ഭാഗമായിട്ട് ഞങ്ങളതൊരു ആചാരമായിട്ട് അങ്ങനെ പൂക്കളൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. കുടത്തിൽ മറ്റൊരു വരയൊക്കെ വരച്ച് ഡിസൈനൊക്കെ ചെയ്യുന്നത്, അത് ചെയ്യാൻ എന്താ അങ്ങോട്ടൊക്കെ കുറച്ച് കുടത്തിൽ കണ്ടത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ വീട് അപ്പുറത്ത് തന്നെയാണ്. പക്ഷെ ദേവിയുടെ അടുത്ത് വന്ന് ഇടണം എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ വന്നിരുന്നത്. നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ മെനങ്ങാതെ വന്ന് പിടിച്ചു. ഞങ്ങൾ കളക്ട്രേറ്റിലുള്ള സ്റ്റാഫുകളാണ്. രാവിലെ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളായിരുന്നല്ലോ ഇവിടെ സീറ്റ് പിടിച്ച് വെച്ചിരുന്ന ടീംസാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെയൊക്കെ ട്രാപ്ഡാണ്. ഞാനിവിടെ ട്രാപ്ഡാണ്. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സരിക, അത് തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ 10:15 ഈ അടുപ്പ് വെട്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് സേഫായിട്ട് മാറി നിൽക്കുക. അവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല. ആ സ്ഥലത്തെ അടുപ്പ് കൂട്ടൽ കണ്ടാൽ തന്നെ അറിയാം, ചേർന്നുള്ള അടുപ്പാണ്. എല്ലായിടത്തും തീ പടരുന്ന സമയമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി സേഫായിട്ട് നിൽക്കൂ സരിക.